എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബി ജോൺ. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന സ്ഥലത്താണ്. എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്വദേശം പത്തനാപുരത്ത് പുതുവൽ എന്ന സ്ഥലത്താണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. 3 സ്കൂളുകളിലായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം നടന്നിരുന്നത്. ചെറുപ്പകാലത്തിൽ ഒരു എയർ ഹോസ്റ്റസ് ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ എൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം ഒരു നേഴ്സ് ആകുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം നേഴ്സിംഗ് പഠിക്കുവാനായിട്ട് ഞാൻ കടന്നുപോയി. അവിടെ കടന്നു ചെന്ന് 3 വർഷത്തെ പഠനം പൂർത്തീകരിച്ചു. ഞാൻ നേഴ്സിംഗ് പഠിച്ചത് ആന്ധ്രാപ്രദേശിലുള്ള സെക്കൻഡറാബാദ് എന്ന സ്ഥലത്തായിരുന്നു. അവിടെ ക്രിസ്തീയ കൂട്ടായ്മകൾ ദൈവദാസന്മാർ കടന്നു വന്ന് അവിടെ നടത്തുക പതിവായിരുന്നു. അങ്ങനെ അവിടെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുത്തു. ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് അവിടെ വൈകിവേളയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസവും 7 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാ ബാച്ചിലെയും കുട്ടികൾ ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. അങ്ങനെ 3 വർഷത്തെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം വിദേശത്തേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും ആ സമയത്ത് ആ സാഹചര്യം ഒത്തുവന്നില്ല. അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ നാട്ടിൽ തന്നെ ഞാൻ ജോലി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. തിരുവനന്തപുരത്തുള്ള SUT ഹോസ്പിറ്റലിൽ ചില വർഷങ്ങൾ ജോലി ചെയ്തു. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് വിദേശത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. എൻ്റെ ഒരു സുഹൃത്തായ റീന എന്ന് പറയുന്ന ഒരു സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഏജൻസി വഴിയാണ് വിദേശത്ത് പോകാനായിട്ട് സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആദ്യം ആ ഏജൻസിയിൽ ചെന്നു ബയോഡേറ്റകളൊക്കെ കൊടുത്തു. അവിടെ സെലക്ഷൻ കിട്ടി എങ്കിൽ തന്നെയും പ്രോമെട്രിക് ടെസ്റ്റ് പാസ്സാകാത്തതിൻ്റെ പേരിൽ അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ടെസ്റ്റ് എഴുതുവാനായിട്ട് യാതൊരു കോച്ചിങ്ങിനോ അങ്ങനെ പഠന സൗകര്യങ്ങൾക്കോ ഒന്നും പോയില്ല. ഡയറക്റ്റ് പോയി എക്സാം എഴുതുകയാണ് ചെയ്തത്. ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ്സാകുവാൻ ദൈവം ഇടയാക്കി. അത് ദൈവത്തിൻ്റെ ഒരു കരുണയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും ഒറ്റ ചാൻസിൽ തന്നെ ടെസ്റ്റ് പാസ്സാകണമെന്നില്ല. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുതൽ എൻ്റെ മേലുണ്ടായതുകൊണ്ട് അങ്ങനെയൊരു ടെസ്റ്റ് പാസ്സാകുവാനും വിദേശത്തേക്ക് പോകുവാനും ദൈവം സാഹചര്യമൊരുക്കി. ഞാൻ പ്രോമെട്രിക് ടെസ്റ്റിനായി കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. അദ്ദേഹവും നന്നായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആദ്യ ചാൻസിൽ തന്നെ ടെസ്റ്റ് പാസ്സാകുവാനും അങ്ങനെ വിദേശത്ത് പോകുവാനുമായിട്ട് സാഹചര്യം ദൈവം നൽകി. ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കടന്നു പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ വളരെ ഒരു പ്രയാസം തോന്നി. കാരണം എൻ്റെ ഹസ്ബൻഡിനെയും 1 വയസ്സുള്ള മകനെയും ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ കൂടെ വരാനായിട്ട് മറ്റാരുമില്ല. പോകുന്ന സ്ഥലത്തെ ഭാഷ എനിക്കറിയില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രയാസം തോന്നിയെങ്കിലും ഉള്ളിൽ ദൈവം ഒരു ധൈര്യം നൽകി. അങ്ങനെ ദൈവം നൽകിയ ധൈര്യപ്രകാരം യാതൊരു ഭയവും ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ വിദേശത്തേക്ക് പോകുന്നിടത്തെല്ലാം ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ വിദേശത്ത് പോകാനായിട്ട് ഭവനത്തിൽ നിന്നും കാറിൽ യാത്ര തിരിച്ചു. പിന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ചില സമയങ്ങൾ വെയിറ്റ് ചെയ്തു. 1 വയസ്സുള്ള കുഞ്ഞിനെ തനിച്ചാക്കി പോകുന്നതിൻ്റെ ഒരു ദുഃഖം ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതെല്ലാം ഉള്ളിൽ ഒതുക്കി ദൈവത്തിൽ ആശ്രയിച്ച് ആ എയർപോർട്ടിനകത്തേക്ക് കയറി അവിടെ ബോർഡിംഗ് പാസ് എല്ലാം ലഭിച്ച് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പ്ലെയിനിലേക്ക് കയറി
അപ്പോഴും ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ യാതൊരു അനർത്ഥവും ഉണ്ടാകരുതേ, എത്തേണ്ട സ്ഥാനത്ത് ചെന്ന് എത്തുവാനും ജോലി ചെയ്യുവാനും ഇടയാക്കണമേ എന്നുള്ള വളരെയധികം പ്രാർത്ഥനയോടെ ആയിരുന്നു ആ ഫ്ലൈറ്റിലായിരുന്നപ്പോഴും ഇരുന്നത്. അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വളരെ പ്രയാസം തോന്നി. ആദ്യമായിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് എന്തുവായിത്തീരും എന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ. എന്നാൽ അവിടെയൊക്കെ ദൈവം താങ്ങി എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേർന്നു. അങ്ങനെ സൗദി എയർപോർട്ടിൽ എത്തുവാൻ ദൈവം ഇടയാക്കി. സൗദിയിലുള്ള ദമാം എന്ന സ്ഥലത്ത് അൽ മുവാസത്ത് ഹോസ്പിറ്റലിലാണ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ സൗദി എയർപോർട്ടിൽ ചെന്നെത്തി. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട ഒരു ഡ്രൈവർ ഒരു ഫ്ലെക്സുമായിട്ട് നിന്നു. അൽ മുവാസത്ത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫ്ലെക്സ് കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് എനിക്ക് പോകാനുള്ള സ്ഥലമെന്നും ഇതാണ് ഡ്രൈവറെന്നും മനസ്സിലായി. അങ്ങനെ അവിടെ നിന്നും വാഹനത്തിൽ കയറി ചില ദൂരങ്ങൾ താണ്ടിയാണ് ദമാമിൽ അൽ മുവാസത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നത്. ആ യാത്രയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ, ഗൾഫ് എന്ന് പറഞ്ഞാൽ നല്ല അതിമനോഹരമായൊരു സ്ഥലമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ചിന്തയ്ക്കും വളരെ വിപരീതമായിട്ടായിരുന്നു ആ ദേശമുണ്ടായിരുന്നത്. വളരെ മരുഭൂമികളും ബിൽഡിങ്ങുകളും മാത്രം കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഗൾഫ് എന്ന് പറയുന്നത്. എനിക്കത് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും കടന്നു പോയതല്ലേ, അവിടെ നിൽക്കണമെന്നുള്ള ചിന്തയോട് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുവാനിടയായി. ആ സമയമൊക്കെ മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഒരനർത്ഥവും വരുത്തല്ലേ, അവിടെ ചെന്ന് ജോലി ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഫാമിലിയെ നാട്ടിലാക്കിയിട്ട് പോകുന്നതിൻ്റെ വളരെ ദുഃഖവും വേദനയും ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഫാമിലിയുടെ പ്രാർത്ഥനയും ഒക്കെ നിമിത്തം ദൈവം അവിടെ കൊണ്ടെത്തിച്ചു. അവിടെ ജോലി ചെയ്യുവാനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടായി. ഞാൻ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ ലഗേജിനോടൊപ്പം ഞാൻ ബൈബിളും കരുതിയിരുന്നു. അങ്ങനെ ആ ബൈബിളും കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റൽ താമസ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ പരിചയമുള്ള മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയ ഡ്രൈവർ റൂം കാണിച്ചു തന്നു. ആ ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ പറഞ്ഞതനുസരിച്ച് എനിക്കുള്ള റൂം കാണിച്ചു തരികയും അങ്ങനെ ആ റൂമിൽ ആയിരുന്നു കൊണ്ട് അവിടെ കയറി ആദ്യ നിമിഷം തന്നെ പ്രാർത്ഥിപ്പാനും ദൈവം ഇടയാക്കി. അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയും അങ്ങനെ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നൽകുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും റൂമിൽ മടങ്ങി വന്നു. സ്വയമായിട്ട് ആഹാരം പാചകം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടുന്ന പാത്രങ്ങളൊക്കെ ഹോസ്പിറ്റലിൻ്റെ വകയായി നൽകുകയും അങ്ങനെ അവിടെ ആഹാരം പാചകം ചെയ്ത് അങ്ങനെയാണ് അവിടെ ഹോസ്റ്റലിൽ ആയിരിക്കാൻ ഇടയായി തീർന്നത്. ഇവിടെ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉള്ള ജോലി എന്ന് പറയുന്നത്. ആദ്യം ചെല്ലുമ്പോൾ കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറേ നേരം ഞാൻ ആ സാഹചര്യത്തെ നോക്കി നിന്നു. അതിനുശേഷം ഓരോന്നായിട്ട് പഠിച്ചെടുക്കുവാൻ ദൈവം ഇടയാക്കി. ഇവിടുന്ന് ആ ജോലി തന്നെ ചെയ്താണ് പോയതെങ്കിലും മെഷീൻസൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചെടുക്കേണ്ടതിന് അല്പസമയം വേണ്ടി വന്നു. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പേഷ്യൻസിനെ തരുവാനായിട്ട് ഇടയായി. പേഷ്യൻറ്റിനെ ഞാൻ തന്നെ മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യമൊക്കെ സഹായത്തിനായിട്ട് എനിക്കൊരു സീനിയറിനെ നൽകിയിരുന്നു. അങ്ങനെ ഞാൻ ആ ജോലി ആരംഭിച്ചു. 1-2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തനിയെ രോഗികളെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒന്നുകൂടെ എനിക്ക് ടെൻഷൻ ഉണ്ടായി. എങ്കിലും ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ആ ടെൻഷനൊക്കെ മാറ്റിത്തന്നു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു രോഗിയെ എനിക്ക് നൽകി. ഡയാലിസിസ് എന്ന യൂണിറ്റിലാണ്, ഹീമോഡയാലിസിസ് എന്ന യൂണിറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
അവിടെ കടന്നു വരുന്ന രോഗികൾക്ക് വെയിറ്റ് കൂടുതലായി ശരീരത്തിൽ നിന്നും വെള്ളം പുറത്തു പോകാത്തത് നിമിത്തം വെയിറ്റ് കൂടുതലായിട്ട് ആണ് കടന്നു വരുന്നത്. അങ്ങനെ ഡയാലിസിസ് ചെയ്ത് ആ ശരീരത്തിലുള്ള വേസ്റ്റുകൾ വെള്ളം മുഴുവനും പുറത്തു പോകേണ്ടതായിട്ടും വെയിറ്റ് കുറച്ച് ആ രോഗിയെ വീട്ടിലേക്ക് വിടേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ആ സാഹചര്യത്തിൽ ഡയാലിസിസ് ചെയ്തു എങ്കിൽ തന്നെയും ആ രോഗിയുടെ വെയിറ്റ് കുറയുവാനായിട്ട് ഇടയായില്ല. അത് നിമിത്തം എനിക്ക് സീനിയേഴ്സിൽ നിന്നും ഡോക്ടേഴ്സിൽ നിന്നും വളരെ സ്കോൾഡിങ്സ് ഉണ്ടാകുവാനിടയായി. പിന്നെയും ആ രോഗിയെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എങ്കിലും അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ദൈവം അവിടെ കരുതി. ഇങ്ങനെ ആ രോഗിയുടെ വെയിറ്റ് കുറയാതിരുന്നപ്പോൾ എല്ലാവരും എന്നെ വഴക്കു പറഞ്ഞു. ഞാൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആയി എന്നെനിക്ക് മനസ്സിലായി. ആ സമയം അത്രയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് പ്രത്യേക ഒരു ധൈര്യം നൽകി. ആ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു എങ്കിലും ദൈവത്തിൻ്റെ ഒരു ആശ്രയം എനിക്ക് ഉണ്ടാകുവാനിടയായി. മകളെ ഭയപ്പെടേണ്ട എന്നുള്ളൊരു ശബ്ദം എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ പേഷ്യൻറ്റിനെ വീണ്ടും ഡയാലിസിസ് ചെയ്ത് വെയിറ്റ് കുറച്ച് പിന്നെ ആ പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് മടക്കി അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു സാഹചര്യം ആ ചെന്ന ആദ്യ സമയങ്ങളിൽ എനിക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ തന്നെ ജോലിയിൽ എനിക്കുണ്ടായ മറ്റൊരനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതേപോലെ ഒരു പേഷ്യൻറ്റിനെ ശുശ്രൂഷിപ്പാനായിട്ട് എൻ്റെ കരങ്ങളിൽ തന്നു. അങ്ങനെ എല്ലാം മെഷീനിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാതെ തന്നെ 1 എന്ന് വെക്കേണ്ട സാഹചര്യത്തിൽ 10 എന്നുള്ള നമ്പർ അടിക്കുകയും ആ പേഷ്യൻ്റെ ശരീരത്തിലുള്ള വേസ്റ്റ് വെള്ളം മുഴുവനും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന അനുഭവം ഉണ്ടാകുകയും അത് നിമിത്തം പേഷ്യൻ്റെ കണ്ടീഷൻ വല്ലാതെയായി. വല്ലാത്തൊരവസ്ഥയിലൂടെ ആ പേഷ്യൻ്റ് പോയി. പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് നിന്ന സീനിയേഴ്സൊക്കെ ഓടി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ തന്നെ മനോധൈര്യം വിട്ടുകളയാതെ ഞാൻ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെച്ച ആ സംഖ്യ അല്പം കൂടിപ്പോയി എന്നുള്ളത് നിമിത്തമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഞാനത് മാറ്റി അത് കുറയ്ക്കുവാനായിട്ടിടയായി. അതിനുശേഷം ആ പേഷ്യൻ്റ് നോർമൽ അവസ്ഥയിലേക്ക് എത്തുവാനും 4 മണിക്കൂറത്തെ ഹീമോഡയാലിസിസ് പൂർത്തീകരിക്കാനും ഇടയാക്കി. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നാം ജോലി ചെയ്യുമ്പോൾ ഒരു രോഗിക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ ഒരു മരണം സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താണെന്ന് നാം കേട്ടിട്ടുണ്ട്. നമുക്കത് അറിയുകയും ചെയ്യാം. മരണം സംഭവിച്ചാൽ ഒന്നുകിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യങ്ങളും ഒന്നും ഉണ്ടാകാതെ സ്വർഗത്തിലെ ദൈവം എന്നെ കരുതി. എൻ്റെ 2 വർഷത്തെ ജോലിയെ എനിക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തന്നെയും ഓരോ സാഹചര്യത്തിലും ഓരോ പേഷ്യൻ്റിനെയും എൻ്റെ കയ്യിൽ തരുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ ഓരോ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കരുതലുകൾ എനിക്ക് അനുഭവിപ്പാനും ഇടയായി തീർന്നിട്ടുണ്ട്. തുടർച്ചയായിട്ട് 12 മണിക്കൂർ 13 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു ഓഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൺ കോൾ ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ തുടർച്ചയായി 18 മണിക്കൂറൊക്കെ ജോലി ചെയ്ത സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ആ ജോലികളൊക്കെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. അങ്ങനെ റൂമുകളിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആദ്യത്തെ സാഹചര്യങ്ങളിലൊന്നും പുറത്ത് കൂട്ടായ്മകൾക്കൊന്നും കടന്നു പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാലും ആയിരുന്ന റൂമിലിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഏകയായിരുന്ന് പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കി. ഓരോ ടെൻഷനുകൾ ജീവിതത്തിൽ വരുമ്പോഴും ഞാൻ വീട്ടിൽ വിളിച്ചു പറയും, ഹസ്ബൻഡ് എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു, നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് ധൈര്യം കൂടുതലായി ലഭിക്കാനിടയായി. അങ്ങനെ അവിടെ ജോലി ചെയ്തു. എനിക്ക് ദൈവവചനത്തിൽ പുതിയ നിയമ ഭാഗങ്ങളാണ്, പ്രത്യേകിച്ചും ലേഖനങ്ങളാണ്
വായിക്കുവാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം. അതായിരുന്നു ഞാൻ ഒത്തിരി പ്രിഫർ ചെയ്തിരുന്നത്. ഇപ്പോഴും അതാണ് എനിക്കിഷ്ടം. ലേഖനങ്ങളാണ് കൂടുതലും വായിച്ച് മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ എനിക്കിഷ്ടം ലേഖനങ്ങൾ തന്നെയാണ്. അവിടെ റൂമിലായിരിക്കുമ്പോൾ ദൈവവചനം വായിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ റോമാലേഖനം മുതൽ പത്രോസ് എഴുതിയ ലേഖനം വരെ വായിക്കാനായിരുന്നു എനിക്ക് അധികം ഇഷ്ടം. അങ്ങനെ ആ ലേഖനങ്ങൾ വായിച്ചു വന്നു. റോമാലേഖനത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നുള്ള ആ വചനപ്രകാരം ദൈവവചനം നിരന്തരം വായിക്കുകയും അത് നിമിത്തം വിശ്വാസം വർദ്ധിപ്പാനും ഒക്കെ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി. അങ്ങനെ ദൈവത്തിൽ ആഴമായി ആശ്രയിച്ചു. ആദ്യമായി പുറത്തെങ്ങും കൂട്ടായ്മകൾക്ക് കടന്നു പോകുവാൻ കഴിയാതിരുന്നപ്പോൾ ആ ദൈവവചനങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആശ്രയമായിരുന്നത്. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഈ പിടവൂർ സ്വദേശത്ത് തന്നെയുള്ള ഒരു ഫാമിലി സൗദിയിലുണ്ടായിരുന്നു. അങ്ങനെ അവരുമായി പരിചയപ്പെടുവാനിടയായി. അങ്ങനെ ദാനിയേലെങ്കിലും ഷേർലി ആൻറ്റി നിമിത്തം ആത്മീയ കൂട്ടായ്മയിൽ കടന്നു പോകുവാൻ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി. എല്ലാ വെള്ളിയാഴ്ചകളിലും ആയിരുന്നു അവിടെ ആത്മീയ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരുന്നത്. ഒരു വെള്ളിയാഴ്ച കൂട്ടായ്മയ്ക്ക് കടന്നു പോയതിന് ശേഷം അടുത്ത വെള്ളിയാഴ്ച എപ്പോൾ വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു അവസരമുണ്ടായിരുന്നു. നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുവാൻ പലരും ഉണ്ട്, നമുക്ക് കൈത്താങ്ങൽ തരുവാൻ പലരുമുണ്ട്. എന്നാൽ നാം പ്രവാസിയായിരിക്കുമ്പോൾ അങ്ങനെ വലിയ സപ്പോർട്ടുകളൊന്നും ഉണ്ടാകില്ല. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ ഈ ദാനിയേൽ അങ്കിളും ഷേർലി ആൻറ്റിയും ഒക്കെ എനിക്ക് വളരെ സപ്പോർട്ടുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ജോൺ എന്ന് പറയുന്ന ഒരു അങ്കിളും തൻ്റെ ഫാമിലിയും കടന്നു വന്ന് രാവിലെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവിടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ആത്മീയ കൂട്ടായ്മയിൽ കടന്നു പോയത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. ആ നിമിഷങ്ങളൊന്നും മറക്കുവാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ അവിടെയുള്ള ദൈവമക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ തന്നെ ദൈവം ഒരു പ്രത്യേക ധൈര്യം എനിക്ക് നൽകി, ദൈവകൃപയും നൽകി. അങ്ങനെ അവിടെയുള്ള കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം ആ സമയങ്ങളിൽ എനിക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് അധികം സപ്പോർട്ട് തരാൻ നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. എന്നാൽ അവിടെ ആകുമ്പോൾ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളതുകൊണ്ട് കൂടുതൽ ആശ്രയം നമുക്ക് ദൈവത്തിൽ തന്നെയാണ്. അതൊരിക്കലും നമുക്ക് മാറ്റുവാൻ കഴിയില്ല. നമ്മളായിരിക്കുന്ന ജോലി മേഖലകളിൽ ഒരുപക്ഷെ നാം ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അവിടെ കൂട്ടുപ്രവർത്തകരോ നമ്മുടെ റൂമിലുള്ളവരോ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ആ സാഹചര്യങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും തിരുവചനം വായിച്ചും ദൈവത്തിൽ ആഴമായ വിശ്വാസം അർപ്പിച്ചും മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തു. അവിടെ സൗദിയുടെ പ്രദേശത്ത് ഞാൻ ആയിരിക്കുമ്പോൾ തണുപ്പുള്ള സമയങ്ങൾക്ക് എൻ്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് അത് പൊട്ടി അതിലൂടെ ചോര വരുന്ന ഒരനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ശരീരത്ത് വെള്ളം വീഴുമ്പോൾ വളരെയധികം നീറ്റലും ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. വേദനയേക്കാൾ ഉപരി ചൊറിച്ചിൽ ഒട്ടും സഹിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. പല ക്രീമുകളും ലോഷനുകളും ഒക്കെ ഞാൻ മാറി മാറി ഉപയോഗിച്ചു. എന്നാൽ തന്നെ ഒരു വിടുതൽ അതിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞില്ല. ദൈവസന്നിധിയിൽ കടന്നു പോവുകയും കൂട്ടായ്മ ആചരിക്കുകയും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസ നിമിത്തവും ദൈവം അതിനൊരു ശാശ്വത പരിഹാരം നൽകി. വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കാതെ തന്നെ ദൈവം അതിനൊരു ശാശ്വത പരിഹാരം നൽകി എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുതമാണെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവം നമ്മളെ കൈവിടാതെ കരുതുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം എന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ എനിക്ക് ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ
സ്കൂളിൽ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഒരു കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നു. അത് കണ്ട് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. ആ ഭയനിമിത്തം എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം പിടിപെട്ടു. അങ്ങനെ ഹോസ്പിറ്റലുകളിൽ മാറി മാറി എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴൊന്നും ഒരു സൗഖ്യം എനിക്കുണ്ടാകുവാനിടയായില്ല. ഡോക്ടർമാർ പറഞ്ഞു, വീട്ടിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ പല ദൈവദാസന്മാർ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അനേക നാളുകൾ കടന്നുപോയി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെയുള്ള ഒരു അനുഭവം വരെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി തീർന്നു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ആ സാഹചര്യത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ദൈവദാസന്മാരുടെയും എൻ്റെ മാതാപിതാക്കന്മാരുടെയും നിരന്തരമായ പ്രാർത്ഥന നിമിത്തം ദൈവം അതിൽ നിന്നും അത്ഭുതകരമായ ഒരു വിടുതൽ എനിക്ക് നൽകി. അവിടെ നിന്നുള്ള വിടുതൽ നിമിത്തമാണ് ഞാൻ ഇതുവരെയും എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത്. മരണത്തിലേക്ക് പോകാമെന്ന ഒരു സാഹചര്യം പോലും ആ നിമിഷം ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം അതിൽ നിന്നും വിടുതൽ നൽകി. അങ്ങനെയാണ് ഇതുവരെയും എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കുടുംബജീവിതം നൽകി. 2008 എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അങ്ങനെ ലോകപരമായി ഞങ്ങൾ ജോലിയുള്ള ബന്ധത്തിൽ തന്നെ ആയിരുന്ന ഒരു ഫാമിലിയാണ്. അങ്ങനെ വിവാഹത്തിന് ശേഷം ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. മൂത്ത മകൻ ഏബൽ, ഇപ്പോൾ അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ ഹെപ്സിബ, ഇപ്പോൾ അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവം എനിക്ക് ദാനമായി നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ ഹസ്ബൻഡ്. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതമാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയത്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു സംഭവം ഉണ്ട്. ഞങ്ങളുടെ ഇളയ മകൾ ഹെപ്സിബ 7 മാസം പ്രായമുള്ളപ്പോൾ പനി വല്ലാതെ കഠിനമായി ഫിറ്റ്സ് വന്ന് ശരീരത്തിന് അനക്കമില്ലാതെ കാലിൻ്റെ തള്ളവിരൽ മുതൽ മുകളിലേക്ക് ശരീരം മുഴുവനും നീലിച്ചു വരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിസംബർ 31 തീയതി രാത്രിയാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് കാർ ഓടിച്ച് ഞങ്ങൾ 2 പേരും കൂടി കുഞ്ഞിനെ കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പോകുന്ന വഴിയിലുടനീളം ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു. യേശുവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് കുരുടൻ നിലവിളിച്ചതുപോലെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഞങ്ങൾ 2 പേരും നിലവിളിച്ചു. അങ്ങനെ ആ യാത്രയിൽ ഒരു ആംബുലൻസ് പോകുന്നതിനേക്കാൾ വേഗത്തിലാണ് ഹസ്ബൻഡ് വാഹനം ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിൻ്റെ വാതിക്കലെത്തി. അവിടെ നിന്ന് സെക്യൂരിറ്റി ഒരു ട്രോളിയുമായി കടന്നു വന്നു. കുഞ്ഞിനെ ആ ട്രോളിയിലേക്ക് കയറ്റി കിടത്തിയതും അതുവരെ അനക്കമില്ലാതിരുന്ന കുഞ്ഞ് പെട്ടെന്ന് കരയുവാൻ തുടങ്ങി. അങ്ങനെ അവളെ ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ഈ കുഞ്ഞിനൊന്നും ഇല്ലല്ലോ എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ഞങ്ങൾ സംഭവിച്ചത് മുഴുവനും ഡോക്ടറോട് വിവരിച്ചു പറഞ്ഞു. അങ്ങനെ ചില ദിവസങ്ങളിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആൻറ്റിബയോട്ടിക്കുകളും മറ്റ് മരുന്നുകളും അവൾക്ക് നൽകുകയും അങ്ങനെ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. ഇപ്പോൾ അവൾക്ക് 9 വയസ്സുണ്ട്. ഈ 9 വയസ്സിനിടയിൽ ഡോക്ടർ പറഞ്ഞത് എപ്പോഴും ഫിറ്റ്സ് വരുമ്പോൾ വരാൻ സാധ്യതയുണ്ട്, അതിനുവേണ്ടി മരുന്ന് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണമെന്ന് പറയുവാനിടയായി. എന്നാൽ ഈ 9 വയസ്സിനിടയിൽ ആ 7ാം മാസത്തിൽ സംഭവിച്ചതല്ലാതെ പിന്നീട് ഒരു ദിവസം പോലും ഫിറ്റ്സിൻ്റെതായിട്ടുള്ള ഒരു അസ്വസ്ഥതകളോ ഒന്നും കുഞ്ഞിനുണ്ടാകുവാനിടയായില്ല. ദൈവം ആയുസ്സും ആരോഗ്യവും ഇത്രത്തോളം ദൈവം കൊടുത്തു. അത് ദൈവത്തിൻ്റെ കരുണയും കരുതലും തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഈ അനുഭവം ഈ കേൾക്കുന്നവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.